ഉച്ചക്ക് ചോറെല്ലാം ഉണ്ടിട്ട് മര്യാദക്ക് വീട്ടിൽ മൊബൈലിൽ നോക്കിയിരുന്ന ഞാനാന്നേ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പം മനസ്സിലൊന്ന് ലഡു പൊട്ടി. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, വല്ല ഡയമണ്ടോ ഗോൾഡോ അതൊന്നും കിട്ടൂലെന്നറിയാം. അറ്റ്ലീസ്റ്റ് ഒരു കുർത്തിയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചതാന്ന്. കേറി ഇരുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോ എന്തായാലും ടൗണിലേക്കല്ലാന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പം വരുന്ന വഴിയിൽ നെയ്യാർ ഡാം ഒന്ന് ബോർഡ് കണ്ടു. ഇനി നെയ്യാർ ഡാമെങ്കിൽ നെയ്യാർ ഡാം, എന്തായാലും ഒരു ടവല് പോലും കിട്ടൂലെന്ന് മനസ്സിലായി. ഒരു ഇളനീരെങ്കിലും വാങ്ങി തരുവോ? എനിക്ക് സമ്മാനം വാങ്ങി തരാത്ത ആൾക്ക് ഞാൻ എന്തായാലും ഒരു ഇളനീര് വാങ്ങിക്കൊടുക്കും. ചെറിയ മായം കുമ്പിച്ചൽ കടവ് പാലം. അയ്യോ, ഇതല്ലേ 2 ദിവസം മുമ്പേ ഉദ്ഘാടനം ചെയ്ത പുതിയ പാലം? ഓക്കെ. നമ്മളെ കിഫ്ബിന്ന് 18 കോടി എടുത്തിട്ട് ഉണ്ടാക്കിയ ആ പാലല്ലേ? നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഓക്കെ. ഈ റോഡും പുതിയതാണല്ലോ അല്ലേ? ഇപ്പം ഈ പാലത്തിനോടനുബന്ധിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? നല്ല റോഡും പാലത്തിലേക്ക് പോകുന്ന പുതിയ റോഡാണ്. അപ്പൊ ഇതാ നമ്മളുടെ കുമ്പിച്ചൽ കടവ് പാലം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കിഫ്ബിന്റെ സഹായത്തോടെ നിർമ്മിച്ച പാലാണ്. 253.4 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ 11 മീറ്റർ വീതിയുള്ള പാലാണ്. അതിന്റെ കൂടെ തന്നെ ഈ സൈഡിലേക്ക് കൂടി നടപ്പാതയെല്ലാം ഉണ്ട് 2 ഭാഗത്തും. 8 മീറ്റർ വീതിയിലുള്ള നടപ്പാതയാണ്. പാലത്തിലേക്കൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. നമ്മളിപ്പം പോകുന്നത് അതിന്റെ അടിഭാഗത്തേക്കാണ്. ഈ പാലത്തിന്റെ ഉയരം കണ്ട 12.5 മീറ്റർ ആണ് ഭൂനിരപ്പിൽ നിന്ന് ഇതിന്റെ ഉയരം. അപ്പൊ അതുകൊണ്ട് തന്നെ നെയ്യാർ ഡാമിൽ നിന്നെല്ലാം പിന്നെ വിനോദസഞ്ചാരികളെയും കൊണ്ടുവരുന്ന ബോട്ടിനെല്ലാം നല്ല സുഖമായിട്ട് ഇതിന്റെ ഇടയിൽ കൂടി കടന്നു പോകാൻ പറ്റും. അത്രക്കും ഉയരത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും വാലന്റൈൻസ് സർപ്രൈസ് അടിപൊളിയിട്ടാ. എന്തായാലും ഈ സ്ഥലം നല്ല അടിപൊളിയാണേ. പാലം മാത്രല്ല, ഒരു വൈകുന്നേരങ്ങളിലെല്ലാം വന്നിട്ട് കാണാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു സൺസെറ്റ് എല്ലാം ആവുന്ന സമയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, നല്ലൊരു വൈബാണ്. എന്തായാലും ഇന്നത്തെ വാലന്റൈൻസ് ഡേ അടിപൊളിയാക്കി.
എന്തായാലും ഈ പാലം വന്നതോടുകൂടി 11ഓളം ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത്രയും നാൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആ ഒരു യാത്രാ അസൗകര്യം കടത്ത് വഴിയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു യാത്രാ ക്ലേശം അവസാനിച്ചിട്ട് തന്നെയുണ്ട്. എന്തായാലും പാലം സൂപ്പർ, ഒരിക്കലെങ്കിലും എന്തായാലും ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് ഈ പാലം.